Hi all, Electronics Simplified മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ ഡിപ്ലോമ സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനും അതെങ്ങനെയാണ് ചെയ്യുന്നതും എന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് വായിക്കുക, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റ നമ്മൾ എഴുതാം. അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്, എ എന്ന് പറയുന്നത് 1000 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ =0.009 എന്നും തന്നിട്ടുണ്ട്. ഒരു ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്കിൻ്റെ ഗെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A/1+A⁻β ആണ്. ഈ ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറയുന്നത് 1000 / 1 + 1000 എന്ന് പറഞ്ഞാൽ 10⁻³ × 9 × 10⁻³ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. 1 + 9 10 വരും. അപ്പോൾ AF = 1000 / 10 = 100 എന്ന ആൻസർ വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒരു RC ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ റൈസ് ടൈമാണ് ചോദിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ എഴുതാം. ബാൻഡ് വിഡ്ത്ത് = 500 kHz ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ റൈസ് ടൈം TR = 0.35 / ബാൻഡ് വിഡ്ത്ത് ആണ്. ഇനി ഇതിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ TR = 0.35 / 500 5 × 10⁻² × 10⁻³ ഇത് നമ്മൾ സിംപ്ലിഫൈ എങ്ങനെയാണ്, 35 × 10⁻² / 5 ഇത് രണ്ടും മുകളിലേക്ക് പോകുമ്പോൾ 10⁻² × 10⁻³ അപ്പോൾ ആൻസർ എത്ര വരും, 7 × 10⁻⁻7 സെക്കൻഡ്സ് എന്ന് വരും. ഇതിന് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആകുമ്പോൾ മിക്കവാറും മൈക്രോ സെക്കൻഡ്സിലാവും. അപ്പോൾ ആൻസർ വിൽ ബി 0.7 മൈക്രോസെക്കൻഡ്. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ തന്നെ ഡിപ്ലോമ എക്സാംസിനും 1 മാർക്കിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാസ്കേഡഡ് ആംപ്ലിഫയർ ഓൾറെഡി ചാനൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ കാസ്കേഡിങ്ങിൻ്റെ നമ്പർ ഓഫ് സ്റ്റേജസ് ലിമിറ്റഡ് ആണോ അല്ലേ എന്നുള്ളതാണ്. ശരിക്കും നമ്പർ ഓഫ് സ്റ്റേജസ് ലിമിറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ സ്റ്റേജസ് കൂടുന്ന അനുസരിച്ചിട്ട് സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ബൈപ്പാസ് കപ്പാസിറ്റർ റിമൂവ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമുക്കറിയാം എന്താണ് ബൈപ്പാസ് കപ്പാസിറ്റർ എന്നുള്ളത്. ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എമിറ്ററിലുള്ള റെസിസ്റ്ററാണ് RE. അപ്പോൾ കപ്ലിംഗ് നടത്തുന്ന സമയത്ത് ഈ REക്ക് അക്രോസ് വെക്കുന്ന കപ്പാസിറ്ററാണ് ഈ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ ബൈപ്പാസ് കപ്പാസിറ്റർ റിമൂവ് ചെയ്താൽ എന്താണ് കുറയുക, വോൾട്ടേജ് ഗെയിൻ ആണ് കുറയുക. വോൾട്ടേജ് ഗെയിൻ ഡിക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ആയിരിക്കും. ഓരോ സ്റ്റേജിൻ്റെ ഗെയിൻസിനെയും മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അതേസമയം ഗെയിൻ ഇൻ dB ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 20 log ഗെയിൻ എടുക്കണം. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ശരിക്കും വായിക്കുക. അപ്പോൾ അതിൽ ഓരോ സ്റ്റേജിലുള്ള ഗെയിനും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഓവറോൾ ഗെയിൻ ഇൻ dB ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓവറോൾ ഗെയിൻ കണ്ടെത്തുക. 40 × 60 × 80 വരും. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക, 6 4 24 24 × 8 × 3 0. ഓക്കെ, 4 × 8 32 3 16 + 9 3 19. അപ്പം ഇതാണ് ആൻസറായിട്ട് വരിക, 192,000. ഇനി നമുക്ക് ഈ വാല്യൂ ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും, 20 log 192 × 10⁻³ ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷേ ഈ ലോഗിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഈവൻ വിത്തൗട്ട്
കാൽക്കുലേറ്റ്. ഇവിടെ ലോഗ് 192 ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.2 ആണ്. അപ്പോൾ ഗെയിൻ്റെ ആൻസർ എത്ര വരും? 20 ഇൻറ്റു 5.2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 100.5 ഡെസിബൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഗെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഫസ്റ്റ് നോട്ട് ചെയ്യുക. ഗെയിൻ ഇൻ dB തന്നിട്ടുണ്ട്, 20 dB തന്നിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് 1 വോൾട്ടും തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഗെയിൻ ഇൻ dB is equal to 20 log ടോട്ടൽ ഗെയിൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 20 log വി ഔട്ട് ബൈ വി ഇൻ ആണ് ഗെയിനിൻ്റെ ഇക്വേഷൻ. നമ്മളെ കയ്യിൽ എന്തുണ്ട്? വി ഇൻ ഉണ്ട്, അപ്പോൾ ടോട്ടൽ ഗെയിനും ഉണ്ട്. അപ്പോൾ 20 is equal to 20 log വി ഔട്ട് ബൈ വി ഇൻ, അതായത് 1 20 ക്യാൻസൽ ആവും. അപ്പോൾ 1 is equal to log വി ഔട്ട്. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാം? ആൻറ്റി ലോഗരിതം ഓഫ് 1, ആൻറ്റി ലോഗ് ഓഫ് 1 ആയിരിക്കും വി ഔട്ട് എന്ന് പറയുന്നത്. ആൻറ്റി ലോഗ് ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 10⁻1 ആണ് വി ഔട്ട്. അപ്പോൾ ദെർഫോർ വി ഔട്ട് ഇസ് ഈക്വൽ ടു 10 വോൾട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ടാങ്ക് സർക്യൂട്ടും അതേപോലെ തന്നെ ഓസിലേറ്റേഴ്സിൽ നിന്നും ഏറ്റവും കോമൺ ആയിട്ട് ഡിപ്ലോമ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വാല്യൂസിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്നതാണ്. ഓക്കെ.